മാടായി കോളേജ് നിയമനത്തിലെ കോൺഗ്രസ് ചേരിപ്പോര് പരിഹരിക്കാൻ നിയോഗിച്ച കെപിസിസി സമിതി കണ്ണൂരിലെത്തി. 2 മണിക്ക് ഡിസിസി ഓഫീസിൽ യോഗം ചേരും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയിൽ അബ്ദുൾ മുത്തലിബ്, കെ ജയന്ത് എന്നിവരാണ് അംഗങ്ങൾ. സമിതി ഞങ്ങൾ എല്ലാവരെയും ഒന്ന് കാണും, കണ്ടിട്ട് അവരുടെ അഭിപ്രായം തേടും. എന്താണെന്നുള്ളത് ഞങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പുറത്ത് പറയാൻ പറ്റുന്ന സമയത്ത് നിങ്ങളെ എല്ലാ വിവരം അറിയിക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങൾ കാണാനായിട്ട് വന്നു, അത്രമാണ്. വരട്ടെ. എന്തോ ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചല്ലേ മതിയാകും. പക്ഷേ എല്ലാവരുടെ ഒപ്പീനിയൻ കേൾക്കും. അഭിപ്രായം കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടേതായ നിർദ്ദേശം പറയും. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായി പാർട്ടി വളരെ വേഗം തന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്, കെപിസിസി സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂർ എത്തുകയും ചെയ്തിരിക്കുന്നു. ആദ്യം കാണുക ആരെയാണ്? സ്മൃതി, വിവിധ നേതാക്കളെയാണ് ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സമിതി കാണുക. അതിനുശേഷം അവരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ഈ ഡയറക്ടർമാരായിട്ടുള്ള, അതായത് എം കെ രാഘവൻ അനുകൂലികളായിട്ടുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക. പറ്റുമെങ്കിൽ ഇവർ എല്ലാവരെയും ചേർത്തിരുത്തിക്കൊണ്ട് ഒരു നീക്കവും കൂടി ഈ സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. 2 മണിക്കാണ് ഈ വിമത നേതാക്കളോട് ഇപ്പോൾ കണ്ണൂർ DCC ഓഫീസിലേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഈ ഡയറക്ടർമാരായിട്ടുള്ള സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള 5 ഡയറക്ടർമാരുണ്ട് മാടായി കോളേജിലെ. ആ ഡയറക്ടർമാരോട് കൂടി DCC ഓഫീസിലേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സമിതി കണ്ണൂരിൽ എത്തുന്നു എന്നതും വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെയാണ്. ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് ഇങ്ങനെ തെരുവിൽ തള്ളുന്നതും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ അതിവേഗം ഒരു പ്രശ്നപരിഹാര സമിതിയെ രൂപീകരിക്കുന്നു. ആ സമിതി രൂപീകരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഈ സമിതി കണ്ണൂരിലെത്തുന്നു. ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിനുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കുന്നു. സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് എല്ലാവരുമായും സംസാരിക്കും, എല്ലാവരുടെ അഭിപ്രായവും കേൾക്കുമെന്നുള്ളതാണ്. 2 മണിക്കാണ് DCC ഓഫീസിൽ യോഗം. ഈ കെപിസിസി സമിതിക്ക് പ്രശ്നം പരിഹരിക്കാനാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.